ബീഹാറിൽ സംഘർഷമൊഴിയാതെ മോക്കാമ മണ്ഡലം പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ട ജൻസുരാജ് പാർട്ടി നേതാവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കൊണ്ടുപോകുമ്പോഴാണ് വെടിവയ്പുണ്ടായത്. ഭയം പങ്കുവച്ച് കൊല്ലപ്പെട്ട ദുലാർ ചന്ദിന്റെ കുടുംബം ബീഹാറിലെ അക്രമ സംഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ DGPയോട് റിപ്പോർട്ട് തേടിയെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ നിലവിലുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ബീഹാറിൽ അല്പം ടെൻസ്ഡ് ആണ്, അല്പം പ്രശ്നബാധിതമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മൊക്കാമയിൽ ഒരു പ്രമുഖനായ ഒരു നേതാവ്, ജൻസുരാജ് പാർട്ടിയുടെ ദുലാർ ചന്ദ് യാദവ് എന്നൊരു നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അത് മാത്രമല്ല, അതിനുശേഷവും അവിടെ അക്രമ സംഭവങ്ങളുണ്ടായി, പിന്നീടും വെടിവെപ്പ് നടന്നു എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് മൊക്കാമയിലാണ്, ദുലാർ ചന്ദ് യാദവിന്റെ ഗ്രാമത്തിലാണ്. ഈ കാണുന്ന പാലത്തിനപ്പുറമുള്ള വഴിയിൽ വെച്ചാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത്. രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വാഹനങ്ങൾ ഒരുമിച്ച് ഒരേ വഴിയിൽ എത്തുന്നു. അവിടെ വെച്ച് പിന്നീട് സംഘർഷം ഉണ്ടാവുന്നു. JDUവിന്റെ സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിന്റെ പ്രചാരണ വാഹനം വരുന്നു. എതിർവശത്ത് ദുലാർ ചന്ദിന്റെ പാർട്ടിയിലെ, അതായത് ജൻസുരാജ് പാർട്ടിയിലെ സ്ഥാനാർത്ഥിയുടെ വാഹനവും വരുന്നു. അവിടെ വെച്ച് സംഘർഷം ഉണ്ടാവുകയും കയ്യേറ്റം ഉണ്ടാവുകയും വെടിവെപ്പ് വരെ ഉണ്ടായി. പിന്നീട് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെടുകയും ചെയ്തു. ആനന്ദ് സിംഗാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതിന് ദൃക്സാക്ഷികൾ പോലും ഉണ്ട്. ഈ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുടുംബവുമായി സംസാരിച്ചിരുന്നു. കുടുംബം പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ പേരുകാരെ ഒന്നും തന്നെയല്ല ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് പറയുന്നത്. ഇതാണ് ദുലാർ ചന്ദിന്റെ വീട്. കുടുംബത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ അല്പം ഭയമുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവം, അതായത് സംസ്കാര ചടങ്ങിനെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ വെടിവെപ്പ് ഉണ്ടായതോടെ യഥാർത്ഥത്തിൽ വല്ലാതെ ഭയന്നിട്ടുണ്ട് ഈ കുടുംബം. ഈ വീടിനകത്ത് നമ്മൾ പോയിരുന്നു. വലിയ സാഹചര്യങ്ങളൊന്നുമില്ല, വളരെ പരിമിതമായ സാഹചര്യത്തിൽ താമസിക്കുന്ന കുടുംബമാണ്. ദുലാർ ചന്ദ് രാഷ്ട്രീയത്തിലൊക്കെ മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, അതും നമുക്ക് മറയ്ക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം പട്നയിലേക്ക് പിന്നീട് താമസം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബ വീടാണ്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നാം ക്യാ ഹൈ? ब्रजनंदन यादव। अच्छा, इनका दुलार चंद यादव जी का बड़ा भाई है? बड़ा भाई जी। अच्छा, उसी दिन आप किधर थे? जी हम तो बेसिक घरे पर रहे। अच्छा, हम कोनो घोरा घर ही नहीं। हाँ, आपको डर है अभी इतना? जी हाँ, डर तो है। जी हाँ, डर तो है। हाँ, जी। तो पुलिस क्या बोल रहे? कल भी हुआ ना फायरिंग? जी। तो उसके बारे क्या बताना चाहिए? कुछ नहीं, उनका बारे रिपोर्टें नहीं करा है कुछ। हाँ, प्रशासन गुम है। ഏതായാലും ഇവിടെ പുറത്ത് പോലീസിന്റെ വലിയ ഒരു സുരക്ഷാ സംവിധാനമൊക്കെ ഉണ്ട്. BSFന്റെ ഉദ്യോഗസ്ഥരെ ഞാൻ അവിടെ കണ്ടു. അവരുടെ കാവൽ നിൽക്കുന്നുമുണ്ട്. SKN വളരെ സംഘർഷബാധിതമായ ഒരു സാഹചര്യമാണ്. ആളുകൾക്ക് വലിയ ഭയവുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.